അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ പണിക്കിറങ്ങാനൊക്കെ ടൂളും ഹെൽമെറ്റും ബാഗൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ണി അവിടെ നോക്കിക്കൊണ്ടിരിക്കും. രസമല്ലേ എന്തൊക്കെ ആയിക്കോട്ടെ മറന്നു. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകാനായിട്ട് ഉണ്ണി ഒരു ആപ്പിളൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ചില സമയത്ത് നമ്മുടെ ഫുഡ്. ഓക്കെ, സ്ഥിരം നമ്മൾ ചെയ്യുന്ന ഏർപ്പാട് തന്നെ പവർ ബാങ്ക്, കേബിള്, പിന്നെ ഒരു ആപ്പിൾ. ഓക്കെ, അവിടെ കുട്ടിയൊരു പണി തന്നു. പഞ്ചറായി. പഞ്ചറാണോ അതോ കാറ്റ് പോയേക്കണമെന്ന് അറിയില്ല കേട്ടത്. പെട്ടെന്ന് പോയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടി ചെയ്താലേ ഉള്ളൂ നമുക്ക് വർക്കും പൈസയും കാര്യങ്ങളൊക്കെ. അപ്പോഴത്തെ അടുത്തൊരു പഞ്ചറാടി ഉണ്ട്, അവിടെ പോയിട്ട് കാറ്റും കാര്യങ്ങളൊന്നും അടിച്ചു നോക്കാം. എന്നിട്ട് എവിടേക്ക് എത്തിപ്പിടിച്ച് ഞാനിപ്പോൾ ഒരു പഞ്ചറുടെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. എന്താ അവസ്ഥ അറിയില്ല. കുറച്ച് ഓടി നോക്കാം, അതാ അറിയുമോ. തണുപ്പാകുമ്പോൾ പഞ്ചറായി. കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ ജീവൻ പോകാനെ ഒരു തരത്തിലാണ് ഞാൻ അവിടുന്ന് അത്രയും ദൂരത്തിൽ ഞാൻ ഇവിടെ എത്തിച്ചത്. ഇതെന്താണ് നമുക്ക് മാത്രം ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് ഇറങ്ങുമ്പോൾ മാത്രം ഇപ്പം അതിന് ബാക്കി നമ്മൾ ഫേസ് ചെയ്യാം. അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം. ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പം മൂപ്പര് പറഞ്ഞ ഈ സാധനം ഒന്നും ഇവിടെ കിട്ടില്ല, മലാട്ടി പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്, അവിടെ പോയാൽ ആ മാർക്കറ്റിൽ നിന്ന് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ എന്തായാലും അത് ചെയ്യില്ലെന്ന് പറയാം. അയാൾ കുറച്ച് മാറ്റിയിടാനൊക്കെ പറഞ്ഞു. പിന്നെ ദൂരെ എത്ര കൊണ്ട് എത്തിക്കണം. അപ്പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ആസ്തിയാണ് പറയണേ. നമ്മളെ ജീവിതം ഭയങ്കരമായിട്ട് മടുപ്പിക്കും. ഇല്ലാത്തവിടെ കുഴിക്കുന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് എനിക്കിപ്പോൾ ഉണ്ടായത്. ഇതിന് നേരാവാം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം. അത് നമ്മുടെ മനസ്സിനെ ഒരുപാട് മടുപ്പിക്കും. നമ്മുടെ അച്ഛനമ്മ ഇരിക്കുന്ന ആൾക്കാർ അതിൻ്റെ പോലത്തെ കഷ്ടപ്പാടിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ആർക്കെല്ലാം കണ്ട് നടന്നപ്പോൾ ഇവിടെ ഒരു ടയറുകൾ കാണുന്നു. ഓപ്പണാണെന്ന് അറിയത്തില്ല, അറിയില്ല. ഇവിടെ മൊത്തം അർമേനിയൻ ലാംഗ്വേജ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും പണി. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടോ, ഏകദേശം 5 മിനിറ്റ് ഉണ്ടാവും. ഇതുവരെ കയറാൻ പറ്റിയില്ല. ഇപ്പം അറിയാണ്ടപ്പോൾ പോലീസുകാർ കണ്ടാൽ 50,000 രൂപ ഫൈനുണ്ട്. ആൾക്കാർ